കിച്ചു രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? നാട്ടിൽ വന്നതിന് ശേഷം രേണു ചേച്ചി കിച്ചുവായിട്ട് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പച്ച മാങ്ങ കടിച്ച് കടിച്ച് തിന്നുന്ന രേണു സുധി. പച്ചമാങ്ങ തിന്നാൻ അതെന്താ അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് പച്ചമാങ്ങ. രേണു സുധിയുടെ പുതിയ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആരും വിളിക്കുന്നില്ലെന്ന്. അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ കാശ് കൂട്ടിക്കാണ്. പണ്ടൊക്കെ ഒരു ഇന്റർവ്യൂവിന് രേണു സുധി 5000 രൂപ വെച്ചായിരുന്നു മേടിക്കുന്നത്. ഇപ്പം അതിന്റെ ഡബിൾ ആയിരിക്കാം മേ ബി ചോദിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി ആരും വിളിക്കാത്തത്. എന്തായാലും ഇപ്പോൾ രേണു സുധി പുതിയ ആൾക്കാരെയൊക്കെ വെച്ചങ്ങ് ഇന്റർവ്യൂ എടുക്കുവാണ്. ഈ രേണുവിൻ്റെ ആൽബത്തിൻ്റെ ഡയറക്ടറൊക്കെ വന്നിരുന്നാണ് രേണുവിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോകാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. രേണു ചേച്ചി, ഋതപ്പന്റെ പിതൃത്വം തെളിയിക്കണമെന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്ത്? അതായത് നിങ്ങൾക്കറിയാം, തെറുത്താത്ത എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പം ഋതപ്പൻ സുധിച്ചേട്ടന്റെ മകനാണോ എന്നുള്ള ഡൗട്ട് അവർക്കാണ്. ഓക്കെ, ശരി, അത് അവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട്. അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഉള്ള ആവശ്യമാണ് അദ്ദേഹം. എനിക്കും അപ്പം അവര് പറയുന്ന ആവശ്യത്തിന് ഞാനും അപ്പൊ സമ്മതിച്ചു കൊടുത്തു. കാരണം അല്ലെങ്കിൽ അവരുടെ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ. ബാക്കിയുള്ളവരുടെ ആവശ്യത്തിന് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു കൊച്ചിനെയൊക്കെ എന്തിനാണ് അനാവശ്യമായിട്ട് വെറുതെ ഇതിനകത്തോട്ടൊക്കെ പിടിച്ചിടുന്നത്? ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മരിച്ചു പോയ വ്യക്തിയുടെ കുഴിമാടം തോണ്ടണം, റീപോസ്റ്റ്മോർട്ടം നടത്തണം. എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്? നിങ്ങൾക്ക് യാതൊരു ബോധമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ കൊച്ചിനെ നിങ്ങൾ നേരെ പ്രോപ്പറായിട്ട് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല? അനാവശ്യമായിട്ട് പിന്നെ എന്തിനാണ് അതിനെ സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്നിടുന്നത്? അത് വളർന്ന് വലുതായിട്ട് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ ആ കൊച്ചിന് ഒന്നും അറിയാതെ നടക്കുവാണ്. ഇടയ്ക്ക് വെച്ച് വന്നിരുന്ന് വിളിച്ച് പറയുമായിരുന്നു കൊച്ചിനെ നാട്ടുകാർ വന്ന് നോക്കാനായിട്ട്. സ്വന്തം കൊച്ചുങ്ങളെ നാട്ടുകാരാണോ നോക്കണ്ടേ? ഒരു ബോധവും ഇല്ലാത്തൊരു സ്ത്രീ. സാധാരണ ഈ ബുദ്ധിയുള്ള ആർക്കും കണ്ടാൽ അറിയാം സുധിച്ചേട്ടന്റെ മോനാണ് ഋതപ്പന്. പക്ഷെ കാരണം അത് അച്ചടിച്ച് വെച്ചേക്കണം. എന്റെ ഒരു ഷേപ്പും ഇല്ലെന്നാണ് എല്ലാരും പറയുന്നത്. കളറും അത് സത്യമാണ്. അത് കാണുന്ന ബുദ്ധിയുള്ള ആർക്കായാലും അത് മനസ്സിലാവത്തില്ലേ? അതിന് നമുക്ക് ആർക്കും എനിക്കൊന്നും ഒരു സംശയവും ഇല്ല. അതിനൊക്കെ സംശയം തോന്നിക്കുന്നതേ വിഡ്ഢിത്തരമാണ്. പല ആൾക്കാരും ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നതല്ലാതെ രേണു അതെടുത്ത് ഫോക്കസ് ചെയ്ത് അതൊരു വലിയ സംഭവമാക്കി DNA ചെയ്യാനായിട്ട് ഇറങ്ങി തിരിക്കുക എന്ന് പറയുമ്പം എനിക്ക് ഇവരോടെ പുച്ഛമാണ് തോന്നുന്നത്. എത്രയോ മോശപ്പെട്ട കമൻസ് വരുന്നത്. നിങ്ങളിപ്പോൾ ഷഫീന ബീവിയുടെ കേസ് പറയുന്നത്, ഷഫീന ബീവിയെ കാട്ടി നിങ്ങളെ വന്ന് പച്ചത്തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അതിനെല്ലാം പോയി മറുപടി കൊടുക്കുന്നുണ്ടോ? എല്ലാം സുധിച്ചേട്ടന് കിട്ടിയ ഒരു കുട്ടിയാണ് ഋതപ്പൻ. അപ്പം ഇങ്ങനെ എന്താ പറയാ, പ്രായപൂർത്തിയാകാത്തൊരു കുഞ്ഞിനെ എന്റെ വീട്ടുകാരൻ പറയുന്ന ഓക്കെ ശരി, എല്ലാം ഞാൻ സഹിച്ച് എന്റെ കൂടെയുള്ള എന്റെ മാനേജറെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ലച്ചുവിനെ പോലും എത്ര പേരെ ഇവര് ഈ വൃത്തികെട്ട സ്ത്രീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. എന്റെ കുടുംബക്കാരെ, എന്റെ ചേച്ചിയെ, ഹസ്ബൻഡിനെ, എന്റെ പപ്പായ, അമ്മ എല്ലാവരെയും പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഈ പ്രായപൂർത്തിയാകാത്തൊരു കുഞ്ഞിനെ വെച്ച് പറയാം, അവന് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 6 വയസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. ആ കുഞ്ഞിനെ വെച്ച് പറയുന്ന ഇവരുടെ മനസ്സൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ദുഷ്ടത്തരമാണ് അവരുടെ മനസ്സ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചുപോയി, കല്ലറ പൊളിച്ച് ഇവരൊരു കാര്യം ഇവരുടെ നേതൃത്വം ഇവരാരോടാണോ അനുവാദം മേടിക്കണം, അനുവാദം മേടിക്കും, കോടതി പോവോ, ഒപ്പിട്ട് മേടിക്കും, എന്തോ ആകട്ടെ, ഇവര് കല്ലറ പൊളിച്ച് ഇവര് തന്നെ. രേണു ഒരു കാര്യം മനസ്സിലാക്കിക്കണം. രേണുവിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിമർശിക്കുന്ന എന്തുകൊണ്ടാണ്? രേണു സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കുറേ കോമാളിത്തരങ്ങളുടെ പേരിലാണ് രേണുവിനെ എല്ലാവരും വിമർശിക്കുന്നത്. അല്ലാതെ രേണുവിനോട് വ്യക്തി വൈരാഗ്യമോ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യർക്കും ഇല്ല. ഇപ്പോഴും ഇവർക്കത് മനസ്സിലായിട്ടില്ല. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മരിച്ചു പോയതിന് ശേഷം ഇവർക്ക് എന്ത് സപ്പോർട്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യും. പല സ്ഥലത്ത് നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നു, പല ആൾക്കാർ ഇവരെ കാണാനായിട്ട് വരുന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങളും ഇവരോടുള്ള സ്നേഹമൊക്കെ ഭയങ്കരമായിരുന്നു. പക്ഷേ അതെല്ലാം പിന്നെ ഗ്രാജുവലി അതൊരു വെറുപ്പിലോട്ട് പോയത് ഇവർ കാരണം തന്നെയാണ്. കാര്യം ഇവർ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ റീച്ചും ഈ പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയെ കാണിച്ചിട്ട് ഇവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു പെരുമാറ്റവും രീതിയൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷമാണ് ആൾക്കാർ ഇവരെ വെറുത്തു തുടങ്ങിയത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വെറുപ്പ് മാത്രമാണ് സമ്പാദിച്ചിരിക്കുന്നത്. ഈ ഒരു നിമിഷം വരെ പൈസ ഉണ്ടാക്കി കാണുമായിരിക്കാം, പക്ഷെ അതിനെക്കാട്ടി ഉപരി ഇവർ ഏറ്റവും കൂടുതൽ വെറുപ്പാണ് ഇപ്പോൾ സമ്പാദിക്കുന്നത്. കാര്യം ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. ഓരോ ആൾക്കാരുടെയൊക്കെ കമൻ്റ് ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ രേണു മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ കോണ്ടന്റ് ചെയ്യുന്നത് അഫ്കോഴ്സ് എന്താണ്, റീച്ചാണ്. കാര്യം രേണുവിൻ്റെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂവർഷിപ്പ് കിട്ടും. പിന്നെ ഇവർ നെഗറ്റീവാണ് കാണിക്കുന്നത്, പോസിറ്റീവായിട്ട് ഇവരെ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇനി ഒരിക്കലും ഒരു കാലത്തും രേണുവിനെ സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യത്തില്ല. കാര്യം രേണുവിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ന്യായം ഉണ്ടെന്ന് തന്നെ പറയും.
അല്ലാതെ രേണുവിനെ പറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രേണു അതിനു വേണ്ടി ഒന്നും കാണിക്കുന്നില്ല. ഡേ ബൈ ഡേ ഓരോ നെഗറ്റിവിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവരുടെ ചെലവിൽ തന്നെ കല്ലറ പൊളിച്ച് സുജന റീപോസ്റ്റ്മോർട്ടം ചെയ്ത് കൊച്ചിന്റെ സുജന DNA ടെസ്റ്റ് ചെയ്ത് ഇവർ തെളിയിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവര് നല്ല തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ ഇവള് തെളിയിക്കട്ടെ. ഇവൾക്കാണല്ലോ ഭയങ്കര ആഗ്രഹം എന്റെ കൊച്ചിന്റെ പിതൃത്വം അന്വേഷിച്ച്, അവള് തെളിയിക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ കൊല്ലം സുധിയുടെ വീട്ടുകാരൊക്കെ ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം, കല്ലറ പൊളിക്കണം, പിന്നെ DNA ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ആ അമ്മയ്ക്ക്, പ്രത്യേകിച്ച് ആ സുധിയുടെ അമ്മയ്ക്ക്, അവർക്ക് തന്നെ എന്തുമാത്രം മാനസിക വേദനകൾ ഉണ്ടാക്കും. ഇവർ ഇത്രയും നാളായിട്ട് ആ അമ്മയെ പോയി ഒന്ന് കാണിയോ, അല്ലെങ്കിൽ ആ സുധിയുടെ വീട്ടിലോട്ടൊന്ന് പോവുകയോ ഒന്നും ഇവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവർ ആ വീട്ടിൻ്റെ അടുത്ത് വരെ വന്നിട്ട് ഇവർ പറഞ്ഞതാ ഒരുപാട് ദൂരമുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. കുണ്ട്രയും പോളയത്തോടും തമ്മിൽ എന്തോ ദൂര വ്യത്യാസം ഉണ്ടെന്ന് കൊല്ലത്ത് താമസിക്കുന്ന ആൾക്കാർക്കറിയാം. ഇപ്പം നിങ്ങൾ അവരുടെ കുടുംബത്തെ പോലും നേരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്നിട്ടാണ് നിങ്ങൾ വന്നിരുന്നിട്ട് അടുത്ത് ഇനി കല്ലറ കൂത്തി പൊളിക്കണമെന്ന് വന്നിരുന്ന് പറയുന്നത്. ഇതിനൊക്കെ എനിക്കറിയത്തില്ല എന്താ നമ്മൾ പറയേണ്ടതെന്ന് ഇവരെ. ഈ ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പം എന്താ പറയാ, അതിപ്പം പറയാണെങ്കിൽ മറ്റേ എന്തുവാ, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ ഒരു പത്തായത്തിലെ നെല്ലുമല്ല, നിങ്ങളാണ് വിളിച്ചു വരുത്തുന്ന എല്ലാവരെയും. ഇനി അതിനകത്ത് ഇനി കിടന്ന് മെഴുകാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ PR-നും കാര്യങ്ങൾക്കും വേണ്ടി. അതായത് നിങ്ങളെ കുറേ വിഡിത്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളെ അങ്ങ് നിങ്ങൾക്ക് അങ്ങ് റീച്ച് ഉണ്ടാക്കി തരിക. ഇതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ അവരെ വിളിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളുടെ റീച്ച് കണ്ട് വേറെയും കുറേ മീഡിയാസുകാർ വരുന്നതും ഒന്നും അറിഞ്ഞിട്ടില്ല, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിലേ അവിടെ ഇതെടുക്കാൻ വരൂ, എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതി ഒന്നും സംസാരിക്കല്ലേ. ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിത് തമാശ രീതി പറഞ്ഞാണ്. എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും, ഓൺലൈൻ മീഡിയാസ് എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും അല്ല ഒട്ടുമിക്ക ആൾക്കാരും എന്തായാലും നമ്മൾ പോസ്റ്റർ ഇടാറുണ്ട്, കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആണ് പോസ്റ്റർ ഇടാറുണ്ട്, അതിനകത്ത് അവരുടെ നമ്പർ ഉണ്ട്. ഏതാ ഈ എന്തിനാ നിങ്ങളിങ്ങനെ മനഃപൂർവ്വം വിളിച്ച് വരുത്തുന്നേ? എല്ലാവരും ഈ പരിപാടിയാണോ കാണിക്കുന്നത്? നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ പാരാത്രിക്ക് 2 മണിക്ക് നിങ്ങൾ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ ഈ പറയുന്ന മീഡിയക്കാരുണ്ട്. ഇതൊക്കെയല്ലേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇതൊക്കെ തന്നെയല്ലേ ആ പറയുന്ന വിപിൻലാലോ, അയാളുടെ പേരങ്ങനെയാണെന്ന് തോന്നുന്നു, അയാൾ ഇതൊക്കെ തന്നെയല്ലേ ഒന്ന് പറഞ്ഞത്. അയാൾ കാശ് ചിലവാക്കി ഷൂട്ട് ചെയ്യുന്ന ആ ആൽബം പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സീൻസൊക്കെ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുവാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ തെണ്ടിത്തരമല്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും നിങ്ങളെ വിമർശിക്കുന്നത്. ഏത് ഷോപ്പാണ് അതിന്റെ ഉടമയുടെ നമ്പർ വേണം. അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയാസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വരും. പിന്നെ ആൽബങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസ് വരുന്നത് രേണുസുതി വിളിച്ചു വരുത്തുന്നതല്ല. ഇതിന്റെ ഡയറക്ടേഴ്സ് അവരുമായിട്ട് നേരെ കോൺടാക്ട് ചെയ്യും. ഈ ഒരു കേസിൽ എനിക്കും പറയാനുള്ളത്, ഞാൻ എന്റെ 2-3 വർക്കിന്റെ ഡയറക്ടറാണ് ഞാന്. അപ്പം എന്റെ വർക്കിനകത്ത് സോഷ്യൽ മീഡിയനെ വിളിച്ചു വരുത്തിയത്, അതായത് ചേച്ചിനെ ബേസ് ചെയ്ത് പോകുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അവര്. അപ്പൊ സ്വാഭാവികം ചേച്ചിയുടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ വർക്ക് ഉണ്ടെങ്കിൽ അവർ വരുന്നത് ഓക്കെ. പക്ഷെ അതിനകത്ത് സീൻസ് എല്ലാം ആദ്യമേ തന്നെ ഇങ്ങനെ പുറത്തു വിടുക എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ന്യായമാണ്. എന്തുമാത്രം നഷ്ടമാണ് അവർക്കൊക്കെ ഉണ്ടാകുന്നത്. അതിനകത്ത് മെയിനായിട്ടുള്ള പോർഷൻസ് എല്ലാം ഓൾറെഡി വെളിയിൽ വന്നു കഴിഞ്ഞാൽ, ഓൾറെഡി ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇറക്കുന്ന സമയത്ത് ആരും പോയി കാണത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നത് എത്രത്തോളം ഭയങ്കര രീതിയിൽ എന്ത് പറയണ്ട സീക്രസി എല്ലാം കീപ്പ് ചെയ്തിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ദൃശ്യം എന്ന് പറയുന്നൊരു പടം റിലീസാകാൻ പോവുക. ആ പടത്തിൻ്റെ കഥ എന്താണെന്നോ ആ പടത്തിനെ പറ്റിയിട്ടോ ഒരു മനുഷ്യർക്കും ഒരു രീതിയിലുള്ളൊരു ഹിൻറ്റും ഇല്ല. ആ പടത്തിൽ ഡബ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് പോലും പ്രോപ്പറായിട്ട് അറിയില്ല. അറിയാം, അത്രയ്ക്ക് സീക്രട്ടായിട്ടാണ് ആ പടം വെച്ചിരിക്കുന്നത്. അല്ലാതെ ആ പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് കുറേ മീഡിയക്കാരെ വെച്ചിട്ട് എല്ലാ സീൻസും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പബ്ലിക്കിൽ വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനൊരു സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാശ് മുടക്കുന്ന ആൾക്കാർക്ക് നഷ്ടമാണ് ശരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കില്ല എന്ന് പറയുമ്പം എനിക്കൊന്നുമില്ല പറയാം. നിങ്ങൾ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാണ് പറയണത്. മീഡിയക്കാരെ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വരുമെന്ന് പറയുന്ന കണക്ക് മീഡിയക്കാർ അവിടെ വരും, ഞാൻ വിളിച്ചാൽ വരും, എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന്. എല്ലാ സെലിബ്രിറ്റികളുടെ കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെ വിളിക്കുമ്പം നമ്മൾ അവർക്ക് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കും. ഡയറക്ടറുടെ സമ്മതപ്രകാരമാണോ സോഷ്യൽ മീഡിയ അവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേങ്കിൽ അവര് ബൈറ്റ് എടുക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ ഇഷ്ടമാണ്, അത് സെലിബ്രിറ്റി. ശരി, തോന്നുന്ന കാണാൻ ബൈറ്റ് എടുക്കണ്ടേ? പെർമിഷൻസ് ചോദിച്ചിട്ടല്ലേ എടുക്കണ്ടേ? ആ ഒരു കോണ്ടന്റിന്റെ റൈറ്റ്സിന്റെ അവകാശമുള്ള ആർക്കാണ്?
അത് ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവർ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തെങ്കിലും ചോദിച്ചുകൂടെ? എനിക്കിതിനൊന്നും പറയല്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. രേണു ഇതിനെയൊന്നും വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കല്ലേ. രേണു ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല രേണു ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന്. ഞാൻ ആ ഡയറക്ടറെ ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, 100% അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഇവരുടെ ഭാഗത്തും ഉണ്ട്. ഇവരെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന RJ ലച്ചു തന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ വന്ന് ഈ രേണുവിൻ്റെ ഈ സീൻസിനെ പറ്റി മീഡിയക്കാരെ പറ്റി ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രേണുവും ദാസേട്ടനും തന്നെ മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതിനകത്ത് ആൽബത്തിൽ പോലും ഇല്ലാത്ത സീനുകൾ അഭിനയിച്ചു എന്നുള്ള രീതിയിലൊക്കെ. അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കുവാണ്. അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ്. അതില് ഡയറക്ടർക്ക് ഇതില്ല. അതിന് ഈ മീഡിയക്കാരെ വിളിക്കുന്നതിന് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അതെ, പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. കിച്ചു രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്താ പറയാ, നമ്മുടെ സമൂഹത്തില് പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ചില ആ ഒരു ക്വസ്റ്റ്യന് മറുപടി കൊടുക്കുന്നുണ്ടോ ചിരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അതായത് പുള്ളിക്കാരത്തേക്ക് അങ്ങ് ഉള്ളിൽ ചിരി വരുവാണ്. അതായത് കിച്ചു പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അങ്ങനെങ്കിലും അങ്ങ് രക്ഷപ്പെടാമല്ലോ എന്നുള്ള രീതിയിൽ. ഇവർക്ക് യാതൊരുവിധ സ്നേഹം അറ്റാച്ച്മെൻറ്റും ഒന്നുമില്ല കേട്ടോ. അവർ പയ്യൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഇവർ ഇപ്പോഴും ഒരു കൂസലുമില്ല ഇങ്ങനെ ഇരിക്കുമോ. എന്തോരം നാടകമായിരുന്നു അന്ന് കിടന്ന് കാണിച്ചത്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നു, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന സമൂഹം, അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്. നമ്മുടെ വാർത്തകളിലാണല്ലോ എവിടെയാണ് കാണുന്നതാണ്. ഇപ്പം കിച്ചുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഋതപ്പനാണെങ്കിൽ പോലും വലുതാകുമ്പത്തിന് അമ്മയെ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞ ഞാൻ അവന്റെ വഴിക്ക് വിടത്തേ ഉള്ളൂ. ഞാൻ പുറകെ പോയി എന്തായാലും ശല്യം ചെയ്യാൻ പോകത്തില്ല. കിച്ചു ആണെങ്കിൽ പോലും എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ ബൈ. എന്തിനാ നമ്മൾ അവനെ ഇപ്പൊ 22 വയസ്സുള്ള ഒരു യുവാവാണ് ആ കുട്ടീനെ പോയി നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം. നമ്മൾ പുറകെ ഇത് സംഭവം എന്താണെന്നറിയോ, നൈസായിട്ട് പറഞ്ഞ് വരുത്തുവാണ്. 22 വയസ്സുള്ള ചെറുക്കൻ്റെ പുറകെ ഞാനെന്തിനു പുറകെ നടക്കണം? അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചോട്ടെ. അവന് സ്വന്തം കാലിൽ നിൽക്കാറായല്ലോ. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സാധനം പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് അങ്ങ് വരുത്തുവാണ്. എന്നാൽ ഇവർ തന്നെയാണ് പറഞ്ഞത്, കിച്ചു എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും അവൻ എൻ്റെ മൂത്ത മകൻ തന്നെയാണ് എന്ന്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനം അവന് കൊടുക്കുന്നത്? ആ ഒരു സ്ഥാനത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നെ ഇട്ടിട്ട് പോയാൽ ബൈ പറഞ്ഞു ഞാനും ഓക്കെ. അങ്ങനെ ഒരു അല്ലാതെ ഞാൻ പുറകെ പോയി ശല്യം ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചാലും രേണു ചേച്ചിയിലുള്ള അമ്മ എന്ന സ്നേഹം, കിച്ചുവിന് കൊടുത്ത സ്നേഹം ഇല്ലാതാവോ? ഒരിക്കലും ഇല്ലാതാവത്തില്ല. ആ മാതൃ അന്ന് ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചത് കിച്ചുവാണ്. അപ്പൊ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കും. എന്ത് സ്നേഹം? നിങ്ങൾക്കാണോ സ്നേഹം അവൻ്റെ അടുത്ത്? അവന് സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിലാണ് അവൻ്റെ ലൈഫ് സ്റ്റോറി വന്ന് പറഞ്ഞത്. ഇപ്പം പറയുന്നത് കണ്ടില്ലേ, ആ ഒരു സ്നേഹം എന്നും കാണും. നിങ്ങളൊക്കെ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ കൂടെ തന്നെ അവൻ കണ്ടേനെ. അവൻ ഒരിക്കലും ആ ഒരു വീഡിയോ ഇടത്തില്ലായിരുന്നു. അവൻ്റെ മാനസികമായിട്ട് അവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്തിനാ പിന്നെയും വന്നിരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നത്? ഈ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാൻ ഈ രേണു യാതൊരു യോഗ്യതയില്ല കേട്ടോ, ഉള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇതേ രേണു തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കിച്ചുവിനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷം രേണു ചേച്ചി കിച്ചുവായിട്ട് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനതാണ് പറഞ്ഞത്. ഞാൻ വെറുതെ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നിർത്തും, മറ്റൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നിർത്തിട്ടാണ് വിളിക്കായിരുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും കിച്ചു എൻ്റെ മൂത്ത മകൻ തന്നെ. ഓക്കെ ഓക്കെ, എന്ത് പറഞ്ഞാലും കിച്ചു എൻ്റെ മൂത്ത മകൻ തന്നെയാണ്. ഈ മൂത്ത മകനെ പറ്റി നെഗറ്റീവായിട്ട് ചെയ്ത വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുക, അതിൻ്റെ താഴെ പോയി കമൻ്റ് ഇടുക. ഇതൊക്കെ അങ്ങ് ഭയങ്കര കാര്യമല്ലേ? മകനെ പറ്റി കുറ്റം പറയുന്ന വീഡിയോസിൻ്റെ താഴെ രേണു സുധിയുടെ കമൻറ്റുകളുണ്ട്. മകൻ കഞ്ചാവടിക്കുന്നതിനെ പറ്റി പറയുന്ന വീഡിയോയുടെ താഴെ രേണുവിൻ്റെ കമൻ്റ് ഉണ്ട്. എന്തിന്? സുധിയെ ആക്ഷേപിക്കുന്നതിൻ്റെ വീഡിയോയുടെ താഴെ രേണുവിൻ്റെ കമൻ്റ് ഉണ്ട്. രേണു അതെടുത്ത് റീഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ രേണുവിന് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പോഴത്തെ ഡയലോഗ് കണ്ടില്ലേ, എൻ്റെ മൂത്ത മകനാണ് എന്ന്. അത് യാതൊരു ഉളുപ്പമില്ല, അത്രയേ ഉള്ളൂ. ഇനി രേണുവിൻ്റെ വേറൊരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. പച്ചമാങ്ങ കടിച്ച് കടിച്ച് തിന്നുന്ന രേണു സുധി. പച്ചമാങ്ങ തിന്നാനാണ്. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തോണ്ട് പച്ചമാങ്ങ. ശരിക്കും? ആഹാ. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അടുത്ത ഇനി നാട്ടുകാർ അടിച്ചിറക്കണം, അത് വെച്ച് കണ്ടന്റ് ചെയ്യണം, അത് പിന്നെ ഒരു കോൺട്രവേഴ്സി ആവണം. അതാണ് ഇതിൻ്റെ മീനിങ്, അല്ല വേറെ ഒന്നുമല്ല. പച്ചമാങ്ങ മസാല ദോശയൊക്കെ തിന്നാൻ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനല്ലേ, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് രേണു ഇനി അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക.
ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. പ്രത്യേകിച്ച് ഈ രേണുവിൻ്റെ അന്തം ഫാൻസിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവരുടെ സബ്സ്ക്രിപ്ഷൻ്റെ വിഷയങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. ഇവരിപ്പോഴും സബ്സ്ക്രിപ്ഷനകത്ത് ഭയങ്കര സജീവമാണ്. എന്തായാലും സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് പേജ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയും. ഇപ്പം നിലവിൽ ഈ പർപ്പിളിൻ്റെയൊക്കെ പേജും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് നിലവിൽ വരുന്നുണ്ട്. അതെല്ലാം പോലീസിൽ കേസായതിൻ്റെ പേരിൽ അവർ റിമൂവ് ചെയ്യുന്നതാണ്. ഇനി രേണുവിൻ്റെ കണ്ടൻറ്റ്, അതായത് രേണു അതിൽ കൊടുക്കുന്ന കണ്ടൻറ്റ് എങ്ങനെയാണോ അത് കണക്കിരിക്കും രേണുവിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ നിലനിൽപ്പ്. എന്തായാലും കണ്ട് തന്നെ അറിയാം ഇവരുടെ ഈ ഒരു സ്വഭാവവും ഈ ഒരു ഇതൊന്നും ഇവർ മാറ്റത്തില്ല. എത്രത്തോളം ഇവർ സോഷ്യൽ മീഡിയ വഴി റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്നോ അങ്ങേയറ്റം അവരുണ്ടാക്കും. അത് യാതൊരു മാറ്റമില്ല. ഇനിയിപ്പം പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അത് കണക്ക് തന്നെ ദുബായിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നാട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. കാര്യം ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കാശായില്ലേ. കുറച്ച് പൈസയൊക്കെ കൊല്ലം സുധിയുടെ വീട്ടിൽ അവർക്കൂടെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുക. നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ അമ്മയൊക്കെ ഒന്ന് പോയി കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അവരാരും ആവശ്യപ്പെടുന്നൊന്നുമില്ല. ഞാനത് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ഇത്രയും എന്തോ അങ്ങ് വലിയ സംഭവമാണ് അതാ ഇതാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. ആ ഒരു മനുഷ്യൻ്റെ പേരിലാണ് നിങ്ങളാ 10 പേരെ അറിയുന്നത്. ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഒന്നും ഒരു മനുഷ്യരും അറിയത്ത് പോലുമില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.